എൻമാപ്പിന്റെ ഡിഫറെന്റ് സ്കാനുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻമാപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കാനാണ് അഗ്രസീവ് സ്കാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അഗ്രസീവ് സ്കാനിലേക്ക് പറഞ്ഞു വരുന്നതിന് മുന്നേ നമ്മളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് എന്ത് ചെയ്യണം? ടാർഗറ്റിലേക്ക് ഞാനിപ്പോൾ ഒരു ടാർഗറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, nmap.rg. ഓക്കെ, ഇവിടേക്ക് എനിക്ക് എന്ത് ചെയ്യണം? സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്യണം, -sc. ഓക്കെ, സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്യുന്നത് nmap നമ്മുടെ ടാർഗറ്റ് IP അല്ലെങ്കിൽ ടാർഗറ്റ് ഡൊമൈന് കഴിഞ്ഞതിന് ശേഷം -sc. ഇതാണ് സ്ക്രിപ്റ്റ് സ്കാൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്യണം. ഓക്കെ, അതിന്റെ പുറമെ എനിക്ക് വേറൊരു ടാബ് എടുക്കാം, nmap -sv ചെയ്യണം. ദെൻ അടുത്തൊരു ടാബില് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നു, ദെൻ ലിറ്റ് റൈറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ, ഇത് ഇവിടെ തന്നെ ഉണ്ട്, nmap -O. ഓക്കെ, തീർന്നില്ല, എനിക്ക് ഇനിയും എന്ത് ചെയ്യണം? സ്കാൻ ചെയ്യാനുണ്ട്. ഞാനിവിടെ ബോട്ടം എന്ന് കൊടുക്കുന്നു, nmap .org traceroute -traceroute. ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും? nmap -h grep trace എന്ന് കൊടുത്തു കഴിഞ്ഞാൽ -traceroute. ഓക്കെ, അതുകൊണ്ടാണ് ട്രേസ് റൂട്ട് എടുത്തത്. ഇപ്പൊ ഞാൻ എന്തൊക്കെ നടത്തി നോക്കേ? ഞാനിവിടെ സർവീസ് വേർഷൻ കണ്ടു, ടാർഗറ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് അറിയാനുള്ള സ്കാൻ നടത്തി. ദെൻ ഇവിടെ ഞാൻ ട്രേസ് റൂട്ട് എന്താണെന്ന് നമുക്കറിയില്ലേ? നമ്മുടെ ഡിവൈസ് മുതൽ ടാർഗറ്റ് വരെ ഏതൊക്കെ ഡിവൈസുകളിലൂടെ കടന്നു പോയാലാണ് നമുക്ക് ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുക, അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേസ് റൂട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ട്രേസ് റൂട്ട് ചെയ്തു. പിന്നെ തൊട്ട് മുന്നേ സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്തു. ഇവിടെ ഞാൻ സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്തു, -sc സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്തു. ഇങ്ങനെ ഞാൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കാനുകൾ ഞാൻ ചെയ്തല്ലോ. എന്നാൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി എത്ര ടെർമിനൽ എടുത്തു, എത്ര സമയം എടുത്തു, എത്ര കമാൻഡ് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പൊ അതിന് പകരമായിട്ട് ഈ പറയുന്ന എല്ലാ സ്കാനും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഗ്രസീവ് സ്കാൻ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ ചെയ്ത ഈ 4 സ്കാനുകളും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഗ്രസീവ് സ്കാൻ. നമ്മൾ യൂസ് ചെയ്യുന്നത് nmap -a nmap.org നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഇത്ര കൊടുത്താൽ മതിയായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് സ്കാൻ റൺ ചെയ്തു, ഇവിടെ ഒരു സർവീസ് വേർഷൻ ചെയ്തു, ഇവിടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്കാൻ ചെയ്തു, ഇവിടെ ഒരു ട്രേസ് റൂട്ട് ചെയ്തു. ഇത്ര ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? nmap -a nmap.org എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി മനസ്സിലാക്കാം, ഇതിനർത്ഥം അഗ്രസീവ് സ്കാൻ എന്നാണ്, അല്ലാതെ ഓൾ സ്കാൻ എന്നല്ല. നിങ്ങൾ എപ്പോഴും അങ്ങനെ ഒരു മെന്റാലിറ്റി വരും. ഇപ്പോൾ 4 പറഞ്ഞപ്പോൾ ഈ 4 മാത്രമാണോ നമ്മൾ പഠിച്ചത്? നമ്മൾ വേറെയും കുറേ സ്കാനുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ACK പ്രോബ് സ്കാൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അത് മാത്രമല്ല, നമ്മൾ നൾ സ്കാൻ, ഫിൻ സ്കാൻ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ വേറെ നോക്കി. ഇങ്ങനെ കുറേ സ്കാനുകൾ വേറെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അതൊന്നുമല്ല. ഇവിടെ ഈ പറയുന്ന 4 സ്കാനുകൾ, സർവീസ് വെർഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ട്രേസ് റൂട്ട്, ദെൻ സ്ക്രിപ്റ്റ് സ്കാൻ, ഇതെല്ലാം ഒരുമിച്ച് നടക്കും. ഇത് കൊടുത്താൽ -a എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അഗ്രസീവ് സ്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, എത്ര പെട്ടെന്ന് കമാൻഡ് എഴുതി തീർന്നു. -sv -o. ഓക്കെ, ഇങ്ങനെ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല, എല്ലാം ഒരുമിച്ച് നടന്നു. കാരണം ഒരൊറ്റ സ്കാനിലുള്ള തന്നെ എല്ലാം ഒരുമിച്ച് നടന്നു. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊടുക്കുക? ഇത് അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കായിരുന്നു, -sv -o -sc -map.org ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും ഭാഗം നമുക്ക് ഒഴിവാക്കിയിട്ട് എന്ത് കൊടുത്താൽ മതി? ഒരു A ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നടന്നോളും. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത, അഗ്രസീവ് സ്കാനും ആ സ്കാനുകൾ ഡീഫാൾട്ട് ആയിട്ട് പ്രധാനപ്പെട്ട 1000 പോർട്ടുകളാണല്ലോ സ്കാൻ ചെയ്യുന്നത്. അത് തന്നെ ആരും ചെയ്യുള്ളൂ, അഗ്രസീവ് സ്കാനും ചെയ്യുള്ളൂ. അഡീഷണലി മൊത്തം പോർട്ടുകളും ചെയ്യണമെന്നുണ്ടെങ്കിൽ -p കൂടി ഇട്ട് കൊടുക്കണം, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കേ, അഗ്രസീവ് സ്കാൻ റിസൾട്ട് നോക്കേ,
നമുക്ക് ഏതൊക്കെ പോർട്ടുകൾ ഓപ്പൺ ഉണ്ട് എന്നുള്ളത് കിട്ടി. അതിന്റെ സ്ക്രിപ്റ്റ് സ്കാൻ റിസൾട്ടും കിട്ടി. ഓക്കെ, സ്ക്രിപ്റ്റ് സ്കാനിലല്ലേ കുറച്ചുകൂടി ഡീറ്റെയിൽ ഇൻഫർമേഷൻ കിട്ടുക, അതും കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓരോന്നിന്റെയും സ്ക്രിപ്റ്റ് സ്കാൻ റിസൾട്ടുകൾ കൂടി നമുക്കിവിടെ കിട്ടി. ഓക്കെ, ഓരോ പോർട്ടുകൾ ഓപ്പൺ ആയ പോർട്ടുകളൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇത് സ്ക്രിപ്റ്റ് സ്കാൻ ഉണ്ടായതുകൊണ്ടാണ്. ഇവിടെ നോക്കേ, ഇവിടെ നമുക്ക് ഓരോന്നിന്റെയും OS ഇൻഫർമേഷൻ ഉണ്ട്. ദെൻ ലാസ്റ്റ് നമുക്ക് ട്രേസ് റൂട്ടും കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ nmap.org എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ഏതൊക്കെ ഡിവൈസുകളിലൂടെയാണ് എത്തിയത് എന്നതിനെ പറ്റി ഒരു ഇൻഫർമേഷനും ഉണ്ട്. ദെൻ ഓരോ സർവീസ് കാണിക്കുന്ന സമയത്തൊക്കെ സർവീസിന്റെ വേർഷനും കാണിക്കുന്നുണ്ട്. അപ്പൊ SVയും റണ്ണിങ് ആണ്. ഇങ്ങനെ എല്ലാ സ്കാനും ഒരുമിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അഗ്രസീവ് സ്കാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെയും ഉണ്ട് ഫയർവാൾ ഇവാഷൻ സ്കാൻസ് എന്ന് പറഞ്ഞിട്ട്. ഫയർവാൾ ഇവാഷൻ സ്കാൻസ്, ഞാനത് ക്ലോസ് ചെയ്യുന്നു. ഫയർവാൾ ഇവാഷൻ സ്കാനുകളിൽ പ്രധാനപ്പെട്ട 3 സ്കാനുകളാണ് നൾ സ്കാൻ, ദെൻ പിൻ സ്കാൻ, ദെൻ ക്രിസ്മസ് സ്കാൻ. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫയർവാൾ ഇവാഷൻ സ്കാൻസ്. വേറെ ഒരുപാടുണ്ട്. നമ്മൾക്ക് നമ്മളുടെ പർട്ടിക്കുലർ പോർട്ടിൽ നിന്ന് മാത്രം റിക്വസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ -G സെറ്റ് ചെയ്ത് അയക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പോർട്ടിൽ നിന്ന് മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. എല്ലാ പോർട്ടിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അതുകൊണ്ടുള്ള മെറിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഏതെങ്കിലും ഒരു പോർട്ടിൽ നിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷനെ മാത്രം അലോ ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പോർട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് -G എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെയുള്ള കുറേ ഉണ്ട്. ഫസ്റ്റ് ഈ പറയുന്ന 3 സ്കാൻ, നൾ സ്കാൻ, പിൻ സ്കാൻ, ക്രിസ്മസ് സ്കാൻ, ഇത് മൂന്നിന്റെയും ബേസിക് കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയർ ഷാർക്കും കൂടി ഒന്ന് ഓൺ ആക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. സോ ഞാൻ വയർ ഷാർക്കും കൂടി ഒന്ന് ഓൺ ആക്കി വെക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വയർ ഷാർക്ക് ഓൺ ആക്കി വെച്ചു. നമ്മൾ അറ്റാക്ക് നടത്താൻ പോകുന്നത് nmap.org തന്നെ അയക്കാം. ഞാൻ എന്ത് ചെയ്തു, പുതിയ ടാബ് ഓപ്പൺ ആക്കി. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നൾ സ്കാനാണ്. ആദ്യം മനസ്സിലാക്കുക, ഈ 3 സ്കാനിന്റെയും ബേസ് കൺസെപ്റ്റ് ഒന്നാണ്. അത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓപ്പൺ പോർട്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് പോർട്ട് ആണെങ്കിൽ എല്ലായ്പ്പോഴും RST അയക്കും. അപ്പൊ നമുക്ക് RST കിട്ടിയാൽ എന്ത് മനസ്സിലാക്കാം, ക്ലോസ്ഡ് ആണ്. RST വരാത്ത ഏതൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഓപ്പൺ പോർട്ടാണ്. അങ്ങനെ നമുക്കൊരു പോർട്ടിന്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന ബേസിക് കൺസെപ്റ്റ്. ക്ലോസ്ഡ് പോർട്ട് ആണെങ്കിൽ നമുക്ക് തിരിച്ചു വരുന്ന കമ്മ്യൂണിക്കേഷനിൽ എന്തുണ്ടാകും, RST ആണ് തിരിച്ചു വരിക. അപ്പൊ RST വരുന്നുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് പോർട്ട്. RST വരാത്ത ഏതൊരു സിറ്റുവേഷൻ മീൻസ് ചിലപ്പോൾ അവിടെ നമുക്ക് ഒന്നും വന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സിൻ വന്നു, അല്ലെങ്കിൽ സിൻ പ്ലസ് ആക്ക് വന്നു, അല്ലെങ്കിൽ ACK വന്നു, അങ്ങനെ അല്ലെങ്കിൽ ഒന്നും വന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കും, ഓപ്പൺ, അത് ഓപ്പൺ പോർട്ട് ആണെന്ന് മനസ്സിലാക്കും. RST വന്നാൽ മാത്രം ക്ലോസ്ഡ് പോർട്ട്. ഓക്കെ, അതാണ് ഈ 3 സ്കാനിന്റെയും ബേസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നൾ സ്കാൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഒരു ഫ്ലാഗും സെറ്റ് ചെയ്യാതെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പാക്കറ്റ് അയക്കുക. ഓക്കെ, വെറുതെ ഒരു പാക്കറ്റ് അയക്കും. ഓക്കെ, എന്നിട്ട് ടാർഗറ്റിന്റെ റെസ്പോൺസ് നോക്കും. ടാർഗറ്റ് പോർട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ RST തിരിച്ചു വരും, അല്ലെങ്കിൽ ഒന്നും വരില്ല. ഓക്കെ, ഓപ്പൺ ആണെങ്കിൽ ഒന്നും വരില്ല. അപ്പൊ നമുക്ക് ഓപ്പൺ പോർട്ട് ചെയ്ത് ക്ലോസ്ഡ് പോർട്ട് ചെയ്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാനത് യൂസ് ചെയ്യാണ്. nmap-sn എന്നും പറഞ്ഞിട്ട് ഞാൻ nmap.org എന്ന് കൊടുത്തു. എൻ്റർ അടിക്കരുത്, നമുക്കിവിടെ സ്കാൻ ആരംഭിക്കണം. ഞാനിവിടെ എന്ത് കൊടുത്തു, ഇവിടെ ഏത് വഴിയാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് നടക്കുക എന്നുള്ളത് നമുക്കും ഒരു ധാരണയില്ല. ഇവിടെ കുറെ അഡാപ്റ്റർ ഉണ്ടല്ലോ, നമുക്ക് എനി ഉണ്ടോ എന്ന് നോക്കാം. എനി ഉണ്ട്, എനി വഴി നോക്കണം. അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ എനി കൊടുത്തത്, അവിടെ ഞാൻ മൾട്ടിപ്പിൾ അഡാപ്റ്ററുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എനി കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, nmap.org കമ്മ്യൂണിക്കേഷൻ. എൻ്റെ ഡിവൈസ് എന്ത് ചെയ്യും, ഈ പറയുന്ന nmap.org കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ടാവും. ഓക്കെ, അത് ആ പാക്കറ്റുകളൊക്കെ നോക്കിയാൽ പാക്കറ്റിനൊക്കെ പ്രത്യേകത എന്താണ്, നൺ പാക്കറ്റ് ആണ്, ഒന്നുമില്ല. നമ്മളിവിടെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് എടുത്തു. ഫ്ലാഗ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നോക്കിയാൽ എല്ലാം 0 ആണ്. ഒരു ഫ്ലാഗും സെറ്റ് ചെയ്യാതെയാണ് നമ്മൾ പാക്കറ്റുകൾ അയക്കുക. ഓക്കെ, നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കാം. റിസൾട്ട് നമുക്കിപ്പോൾ എന്താണ്,
ഇത് -SN മറ്റൊന്നും ഒരു പോർട്ടും ഓപ്പൺ അല്ല എന്നുള്ള രീതിയിൽ ഒന്നും നമുക്ക് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് TCP പോർട്ട് ഈക്വൽ ടു 80. 80ലേക്ക് നടന്ന കമ്മ്യൂണിക്കേഷൻ മാത്രം എടുത്ത് നോക്കാം. 80ലേക്ക് നടന്ന കമ്മ്യൂണിക്കേഷൻ നോക്കാം. നമ്മുടെ ഡിവൈസിൽ നിന്ന് ടാർഗറ്റിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. അവിടുന്ന് തിരിച്ചൊന്നും വന്നിട്ടില്ല. അപ്പം നമ്മൾ എന്താക്കി, അവിടുന്ന് നമുക്ക് റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. അതൊരു ഓപ്പൺ പോർട്ട് ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കി. ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് എന്ത് കിട്ടും, ഒരു RST പാക്കറ്റ്സ് നമുക്ക് കിട്ടുമായിരുന്നു. ടാർഗറ്റിൽ നിന്ന് RST നമുക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, അല്ല നമുക്ക് റെസ്പോൺസ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ പോർട്ട് ആക്കിയിട്ട് നമ്മൾ കണക്കാക്കും. ദെൻ ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, ഇതൊരു മറ്റൊരു മെഷീനിലേക്ക് ചെയ്യാം. nmap -SN. ഓക്കെ, ഞാനൊരു മെഷീൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ആ മെഷീനിലേക്ക് നമ്മൾ സ്കാൻ ചെയ്യുന്നു. ദെൻ സ്കാൻ ഞാൻ കണ്ടിന്യൂ വിത്തൗട്ട് സേവ് ചെയ്യാതെ ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റർ അടിക്കുക. എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് പോകുന്ന കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റും. ദെൻ ഞാൻ അതിനുശേഷം ടാർഗറ്റിലേക്ക് സ്കാൻ നടത്തി. ഓക്കെ, ഞാൻ നടത്തിയത് എന്താണ്, -SN ആണ്, നൾ സ്കാൻ ആണ് നടത്തിയത്. സ്കാൻ കഴിഞ്ഞതിന് ശേഷം ഞാനിത് എന്ത് ചെയ്തു, സ്റ്റോപ്പ് കൊടുത്തു. ഓക്കെ, ദെൻ ഞാൻ നടത്തിയ അക്കൗണ്ട് Savernise.com എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെഷീനാണ്. ദെൻ ആ മെഷീനിലേക്ക് ഞാൻ സ്കാൻ നടത്തി. ഞാൻ ഒന്നുകൂടി ഈ സ്കാൻ ഒന്നുകൂടി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് വരുമ്പോൾ കൺഫ്യൂഷൻ വരുന്നേ. ഓക്കെ, സ്കാൻ ഇട്ടു, അല്ല പാക്കറ്റ് ക്യാപ്ചറിങ് ഓൺ ആക്കി, ദെൻ സ്കാൻ ചെയ്തു. ഓക്കെ, ഇതോടെ വന്നിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ഡൊമൈൻ നെയിം ആയിരിക്കില്ല, ഫുൾ IP അഡ്രസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ എന്താ ചെയ്തത്, ടാർഗറ്റിലേക്ക് മൊത്തം നമ്മൾ നൾ പാക്കറ്റ് അയച്ചു. എന്നാൽ നൾ പാക്കറ്റ് അയച്ചപ്പോൾ ചില ആളുകൾക്ക് RST തിരിച്ചയച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ക്ലോസ്ഡ് ആണ്. നമുക്കത് ഫിൽട്ടർ ചെയ്ത് നോക്കാം. ദെൻ TCP പോർട്ട് 80, കാരണം ഇവിടെ 80 പോർട്ട് എന്താണ്, ഓപ്പൺ ആണെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ 80 പോർട്ടിലേക്ക് നടത്തിയ കമ്മ്യൂണിക്കേഷൻസിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് 13 എന്ന് പറയുന്നത് എൻ്റെ കമ്പ്യൂട്ടർ, ടാർഗറ്റ് നമ്മുടെ ആ മെഷീനിലേക്ക് 2 തവണ നൾ പാക്കറ്റ് അയച്ചു. പക്ഷെ എന്തല്ല, അവിടെ നിന്ന് നമുക്ക് ഫ്ലാഗ്സ് കണ്ടൊക്കെ നൾ പാക്കറ്റ് അയച്ചത്, നൾ പാക്കറ്റ് നമ്മൾ അയച്ചു. പക്ഷെ നമുക്ക് അവിടുന്ന് ഒരു റെസ്പോണ്ട് വന്നിട്ടില്ല. 2 തവണ അയച്ചിട്ട് റെസ്പോണ്ട് ഒന്നും വന്നിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ എന്താക്കിയത്, അത് ഓപ്പൺ പോർട്ടാണ് എന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്ത. എന്നാൽ ഇവിടെ ഓപ്പൺ അല്ലാത്ത 22 ക്ലോസ്ഡ് ആണല്ലോ. നമുക്ക് 22ലേക്ക് നടന്ന കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നോക്കാം. 22, ഓക്കെ, ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് 13 എന്ന് പറയുന്ന എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് 14ലേക്ക് ഒരു നൺ പാക്കറ്റ് അയച്ചപ്പോൾ, എന്ന് പറഞ്ഞാൽ നൾ പാക്കറ്റ്, ഒന്നുമില്ലാത്തൊരു പാക്കറ്റ് അയച്ചപ്പോൾ എന്താ സംഭവിച്ചത് നോക്കേ, അവർ തിരിച്ച് ഇങ്ങോട്ട് അയച്ചത് RST ആണ് തിരിച്ചയച്ചത്. ഓക്കെ, RST തിരിച്ചയച്ചു. അതിനർത്ഥം എന്താണ്, ഈ പോർട്ട് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമുക്കൊരു ഫയർവാൾ ഇവാഷൻ സ്കാൻസുകളാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ നൾ സ്കാൻ എന്താണെന്ന് മനസ്സിലായില്ല. ഇനി ക്രിസ്മസ് സ്കാൻ, അല്ല സോറി, ഫിനിഷ് സ്കാൻ ചെയ്യാം. ജസ്റ്റ് ഫിനിഷ് സ്കാന് -SF ആണ്. ഞാനിവിടെ പാക്കറ്റ് ക്യാപ്ചറിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞാനിവിടെ എൻ്റർ കൊടുക്കുന്നു. ഇവിടെ അറ്റാക്കുന്ന റിക്വസ്റ്റുകൾ പോകുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റെസ്പോണ്ട് ഒന്ന് തന്നെ, ഔട്ട്പുട്ടിലല്ല മാറ്റം, ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തു. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ TCP 22ാമത്തെ പോർട്ടിലേക്ക് നടന്ന കമ്മ്യൂണിക്കേഷൻ ആദ്യം അറിയാലോ, 22 ക്ലോസ്ഡ് ആണ്. അയച്ച പാക്കറ്റ് ഏതാണ്, ഫിൻ പാക്കറ്റ് മാത്രം അയച്ചു. ഓക്കെ, നമ്മൾ ഫ്ലാഗ് നോക്കുമ്പോൾ ഫിന്നിന്റെ നേരെ മാത്രം 1 കാണുന്നുണ്ട്, ബാക്കിയൊക്കെ 0. ഫിൻ അയച്ചു, ക്ലോസ്ഡ് പോർട്ട് ആയതുകൊണ്ട് തന്നെ തിരിച്ച് RST വന്നു. ഓക്കെ, ഇനി നമ്മൾ ഓപ്പൺ പോർട്ടായ 80 നോക്കാം. അയച്ചിട്ടും റെസ്പോണ്ട് വന്നിട്ടില്ല. 13 നമ്മൾ 14ലേക്ക് 2 തവണ പിന്നെ അയച്ചിട്ടും റെസ്പോണ്ട് വന്നില്ല. സോ ഇറ്റ്സ് ഓപ്പൺ. അതാണ് ഇവിടെ 25 പോർട്ട് ഓപ്പൺ ആണ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ 23 ക്ലോസ്ഡ് ആണല്ലോ. 23 ഓക്കെ, എന്താണ്, RST വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ക്രിസ്മസ് സ്കാൻ എന്താണ്, ഇവിടെ നമ്മൾ SX കൊടുക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വേണ്ട
കമ്മ്യൂണിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. കണ്ടിന്യൂ വിത്തൗട്ട് സേവിങ്. ക്രിസ്മസ് സ്കാനിൽ 3 ഫ്ലാഗ്, പുഷ്, അർജന്റ്, ഫിനിഷ്, 3 ഫ്ലാഗുകൾ അയക്കുന്നുണ്ട് ടാർഗറ്റിലേക്ക്. ഓക്കെ, നമുക്കിവിടെ കാണാം. ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഇത് നേരത്തെ നമ്മൾ കൊടുത്തതായിരുന്നു. 23 പോർട്ടിലേക്ക് നമ്മൾ ലാസ്റ്റ് നോക്കിയില്ലേ, ഓട്ടോമാറ്റിക് ആയിട്ട് 23 ഫിൽട്ടർ ആയതാണ്. ഫിനിഷ്, പുഷ്, അർജന്റ് 3 സെറ്റ് ചെയ്ത് അയച്ചു. നമുക്ക് ആ ഫ്ലാഗ് നോക്കിയാൽ കാണാൻ പറ്റും. 3 ഫ്ലാഗ്, ഫിനിഷ്, പുഷ്, അർജന്റ്. കണ്ടിട്ട് ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ചെരിവ് പോലെ തോന്നുന്നില്ലേ, ഇങ്ങനെ ഇടക്ക് വണ്ണൊക്കെ വന്നുകൊണ്ട്. സോ അതുകൊണ്ടാണ് ഇത് ക്രിസ്മസ് സ്കാൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്ലോസ്ഡ് പോർട്ട് ആയതുകൊണ്ട് RST. നമ്മൾ ഓപ്പൺ പോർട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ TCP പോർട്ട് ഓപ്പൺ പോർട്ട് 25 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിസ്മസ് പാക്കറ്റ് അയച്ചു. പക്ഷെ നമുക്ക് റെസ്പോണ്ട് ഒന്നും വന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, നമ്മൾ ഫയർവാളിന് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന സ്കാനുകളാണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് ഫയർവാളിന് മറികടന്നുകൊണ്ട് നമുക്ക് റിസൾട്ടുകൾ കൊണ്ടുവരും. ഇനി അതിലെ പോലെ പെട്ടതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, സോഴ്സ് പോർട്ട് nmap -G80 സെർച്ചിങ്. ഓക്കെ, ഞാനത് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ വിത്തൗട്ട് സേവിങ്. ഞാൻ എന്ത് ചെയ്യുന്നു, ടാർഗറ്റിലേക്ക് nmap നടത്തുന്നു. nmap -G എന്താ നോക്കേ, ടാർഗറ്റിലേക്ക് കുറെ കമ്മ്യൂണിക്കേഷൻസ് പോയി. പക്ഷെ എല്ലാ കമ്മ്യൂണിക്കേഷനും പോയ പോർട്ട് ഏതാ നോക്കേ, 80 പോർട്ട് ഫിക്സ് ചെയ്തു. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത സ്കാനുകളിലൊക്കെ ഈ പോർട്ട് ഫിക്സ് ആയിരുന്നില്ല. റാൻഡം പോർട്ടുകൾ യൂസ് ചെയ്തിട്ടായിരുന്നു ടാർഗറ്റിലേക്ക് പാക്കറ്റ് അയച്ചു തരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ഫിക്സഡ് ആയിട്ട് ഒരു പോർട്ടാണ് സോഴ്സ് പോർട്ടാക്കി മാറ്റുന്നത്. ഈ കാണുന്ന സോഴ്സ് പോർട്ടും ഈ ആരോന്റെ ഇപ്പുറത്ത് കാണുന്നത് ഡെസ്റ്റിനേഷൻ പോർട്ടും. ഇത് ടാർഗറ്റിന്റെ പോർട്ടുകളിലേക്ക് സ്കാൻ നടത്തുന്നത്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പോർട്ടുകളാണ് ഈ ഭാഗത്ത് കാണുന്നത് 80. ഓക്കെ, തിരിച്ചു വരുന്ന നോക്കണ്ട, അങ്ങോട്ട് പോകുന്ന മൊത്തം എന്താണ്, 80 എന്നാണ് പോകുന്നത്. അപ്പൊ സോഴ്സ് പോർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, -G എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ഫയർവാളുകൾ സോഴ്സ് പോർട്ടിനെ ബ്ലോക്ക് ചെയ്യും. എന്താ, പുറത്തു നിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷനൊക്കെ ബ്ലോക്ക് ചെയ്യും. അവർ ഒരു പോർട്ട് ഓപ്പൺ ആക്കി വെക്കും. അത് ഏത് പോർട്ട് എന്നറിയോ, നമ്മുടെ 53 പോർട്ട്. ഓക്കെ, ഞാൻ കമ്മ്യൂണിക്കേഷൻ ക്ലോസ് ചെയ്തു. 53യുടെ പ്രത്യേകത എന്താണ്, അവിടെ DNS ആണ് വർക്ക് ആവുന്നത്. DNSന്റെ പ്രത്യേകത എന്താണ്, DNS ഇല്ലെങ്കിൽ നെയിം റിസോൾവ് ചെയ്യാൻ പറ്റില്ല, നെയിം സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു മിക്ക പ്ലാറ്റ്ഫോംസുകളും 53 പോർട്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റില്ല അവർക്ക്. കാരണം അത് നെയിം റിസോൾവ് ചെയ്യുന്ന, ഡൊമൈൻ നെയിമിനെ റിസോൾവ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് DNS. അതേപോലെ അത് യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പറാണ് 53. സോ അവർ 53 മാത്രം സോഴ്സ് പോർട്ട് അലോ ചെയ്യും. ബാക്കിയുള്ള എല്ലാ സോഴ്സ് പോർട്ടിനെയും അവർ ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതേപോലെ -G53 ആക്കി കൊടുക്കും. സോഴ്സ് പോർട്ട് എന്താവും, 53 ആവും. 53ൽ നിന്ന് അവർ പാക്കറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അയക്കുന്ന പാക്കറ്റ് അവിടെ അക്സെപ്റ്റഡ് ആവും. സോ ഇതും ഒരു ഫയർവാൾ ഇൻജെക്ഷൻ ആണ്. ഓക്കെ.